ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ് ആണ്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല. എത്തിക്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഈ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് നമ്മുടെ ഈ എത്തിക്സ് എന്നുള്ളത്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആരിലാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ മാത്രമാണ്, മനുഷ്യരിൽ മാത്രമാണ് എത്തിക്സ് ഉള്ളത്. ഇപ്പോൾ കൂടെ നടക്കുന്ന ഒരു ചങ്ങാതിനെ കടിച്ചു തിന്നുന്ന ഒരു പ്രകൃതം അല്ലേ, അത് നമ്മളിലില്ല. കാരണം എന്താ? നമ്മൾ എത്തിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൂടെ അയൽവാസീൻ്റെ സ്വർണ്ണം അപഹരിക്കുന്നത് നമ്മുടെ എത്തിക്സിന് വിപരീതമാണ് അല്ലേ. ഗുരുനാഥന്മാരെ ബഹുമാനിക്കാതിരിക്കുന്നത് അത് എത്തിക്സിന് എതിരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്താ? അത് നമ്മൾ എത്തിക്സ് അല്ല, നമ്മുടെ ധർമ്മമല്ല, ധർമ്മപരമായിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും എത്തിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആരിൽ മാത്രം കാണപ്പെടുന്നതാണ്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഗതിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് നോളജ് അബൌട്ട് മോറൽ ബിഹേവിയേഴ്സ് ആൻഡ് കണ്ടക്ട് അല്ലേ. ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പഠനമാണ് എന്ത് പറയുന്നത്? ഏതിൻ്റെ പഠനം? അറിവിൻ്റെയും അല്ലെങ്കിൽ മോറൽ ബിഹേവിയേഴ്സിൻ്റെയും സദാചാര പെരുമാറ്റത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെയൊക്കെ ഒരു പഠനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി എത്തിക്സ് സീക്സ് ടു ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് ദി നോംസ് അല്ലേ. നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നോംസ് എന്ന് വെച്ചാൽ എന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഒരു ഐഡിയൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? നമ്മുടെ എത്തിക്സ് എന്നുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഏരിയ ഡീലിംഗ് വിത്ത് മോറൽ ജഡ്ജ്മെൻറ്റ് റിഗാർഡിങ് വളണ്ടറി ഹ്യൂമൻ കണ്ടക്റ്റ്. സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സ്വതവേ ഉണ്ടാകുന്ന മനുഷ്യന്മാരുടെ പെരുമാറ്റത്തിൽ ആ പെരുമാറ്റത്തിന് നല്ലതാണോ മോശമാണോ എന്ന് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു കണ്ടൻ്റാണ് നമ്മൾ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക എന്താണ് എത്തിക്സ് എന്നുള്ളത്. നെക്സ്റ്റ് ഫീച്ചറാണ് പറയുന്നത് എത്തിക്സ് ട്രൈ ടു സെറ്റ് ദ സ്റ്റാൻഡേർഡ് ഫോർ ദ അൾട്ടിമേറ്റ് എൻഡ് ഓർ ദി ഹയസ്റ്റ് ഗോൾ ഈസ് പെർസ്യൂഡ്. അപ്പോൾ നമ്മുടെ എത്തിക്സ് എന്തിനാണ് ശ്രമിക്കുന്നത്? അല്ലെ എത്തിക്സ് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൻ്റെ ഒരു നിലവാരം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നു എത്തിക്സ് ആർ അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആൻഡ് ലോ ഈസ് അബൌട്ട് വാട്ട് ഈസ് ലോഫുൾ ആൻഡ് വാട്ട് ഈസ് അൺലോഫുൾ. അത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. എത്തിക്സ് ഇപ്പോൾ നിനക്ക് എത്തിക്സ് ഇല്ലടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ? നീ നല്ലതാണോ ചെയ്യുന്നത്, മോശമാണോ? നീ ഇപ്പോൾ എത്തിക്കലായിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നീ നിയമപരമായിട്ടാണ് അല്ലെങ്കിൽ ശരിയായ കാര്യമാണ് നീ ചെയ്തതെന്നാണ് അതിനർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ നീ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ തെറ്റാണ് ചെയ്തത് അല്ലെങ്കിൽ നിയമപരമല്ലാത്ത കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ട് ഇരുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് എന്ന് വെച്ചാൽ കോഡ് ഓഫ് കണ്ടക്റ്റാണ്. നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഓരോന്നിനും ഓരോ കോഡ് ഓഫ് കണ്ടക്റ്റ്, നമ്മുടെ ജീവിതത്തിന് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. നടത്തിപ്പ് എന്നൊക്കെ നമുക്ക് ചുരുക്കി വിളിക്കാം അല്ലേ. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം എന്നാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിലും ജീവിക്കാം, നമുക്ക് മോശം രീതിയിൽ ജീവിക്കാം. ഇപ്പം നിയമപരമായിട്ടും ജീവിക്കാം, നിയമപരമല്ലാതെയും ജീവിക്കാം. അപ്പം നിയമപരമല്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ നിയമത്തെ അനുസരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അത് അൺഎത്തിക്കലാണ്. നിയമത്തെ അനുസരിച്ച് നിയമപരമായി ജീവിക്കുകയാണെങ്കിൽ അത് എത്തിക്കലാണ് അല്ലേ. അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാർക്കും എന്തുണ്ട്? എത്തിക്സ് ഉണ്ട്. എല്ലാ മനുഷ്യന്മാരും എത്തിക്സിനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ ആൾക്കും ഓരോ തരത്തിലുള്ള എത്തിക്സാണ് ഉണ്ടാവുക. സംബഡി ഡൂയിങ് സംതിങ് റൈറ്റ് ആൻഡ് സംബഡി ഡൂയിങ് സംതിങ് വേഴ്സ് ഓർ റോങ് ആൻഡ് someone is living in the world in accordance with the law and someone lived in this world in not accordance with our law അല്ലേ. അപ്പോൾ എല്ലാറ്റിലും എത്തിക്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എത്തിക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലേ. കോഡ് ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ
എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എത്തിക്സ് ഇല്ലാത്തൊരു ജീവിതമെന്ന് പറയുന്നത് ഒരു ജീവിതമേ അല്ല എന്ന്, എത്തിക്സ് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ.